ഞങ്ങളുടെ കുടുംബത്തിൽ 6 മക്കളാണ് ഉള്ളത്. ഞാൻ 5ാമത്തെ മകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിലുള്ളതായതുകൊണ്ട് അന്ന് മുതലൊരു കൂടുതൽ ആളുകൾ വേണം, മക്കൾ വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് 1ാമത്തെ മകളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് 2 എണ്ണം അബോർഷനായി പോയി. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരു ധ്യാനത്തിനൊക്കെ പോയി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അട്ടപ്പാടിയിൽ പോയി, വട്ടായിലച്ചൻ്റെ അവിടെ പോയി ധ്യാനത്തിലൊക്കെ പോയി. അപ്പോൾ ഇനിയും മക്കൾ കൂടുതൽ ആവശ്യമുള്ളവരും 5 മക്കളെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരൊക്കെ ആൾക്കാരുടെ മുന്നിലേക്ക് വരാനായിട്ട് പറയുണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് അവിടെ പോയി മുട്ടുത്തി കൃത്യം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് 2ാമത്തെ മകളുണ്ടായത്. പിന്നെ അവിടുന്ന് 2ാമത്തെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഉണ്ടായപ്പോൾ അത് ട്യൂബിലായിപ്പോയി. എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അത് ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അത് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് മകനുണ്ടായി, 3ാമത്തത്. പിന്നെ 4ഉം 5ഉം ഉണ്ടായി കഴിഞ്ഞു. 6ാമത്തെ ആളുണ്ടായി. പിന്നെ തുടർന്ന് പിന്നെ കഴിഞ്ഞ വർഷത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊരു 1.5-2 മാസത്തോളം ആയപ്പോൾ അത് അബോർഷൻ ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെ 6 പേരിൽ നിൽക്കണു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇനിയും മക്കളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് ശരിക്കും 10 മക്കളെ തന്നിട്ടുണ്ട്. 6 മക്കളാണ് എൻ്റെ ഒപ്പമുള്ളത്. 4 മാലാ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾക്ക് അപ്പനമ്മയ്ക്കും വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലിരുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ 6 മക്കളെ കിട്ടാൻ നമുക്ക് ഒരു മോള് കഴിഞ്ഞിട്ട് പിന്നെ 2 പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവണതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ല നമുക്ക്. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് എത്ര മക്കളെ തന്നാലും ഞാൻ സ്വീകരിക്കുക. അത് എത്ര വേദന ആയിക്കോട്ടെ, അത് ഞാൻ അതിൽ ഇതായി. അപ്പോൾ ആയിട്ട് കഴിഞ്ഞ് ഇത് എന്തിട്ട് പ്രസവത്തിൻ്റെ വേദന മാത്രമല്ല, അത് കഴിയുമ്പോഴേക്ക് അലർജി വരാറുണ്ട്. ഒരു 2-3 മാസം മേലിൽ മുഴുവൻ നീര് വന്ന് പ്രസവം കഴിഞ്ഞിട്ട് മേലിൽ മുഴുവൻ നീര് വന്നിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അത്രയധികം വേദനകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. എന്നാലും എനിക്ക് ഇത് തമ്പുരാൻ തരുന്നതാണല്ലോ, അല്ലാണ്ട് നമ്മുടേതായോ ഒരു ഇതുകൊണ്ടും കിട്ടില്ല. പക്ഷെ അത് ആൾക്കാർക്ക് അറിയണില്ല. ചിലവർ 1-2 എണ്ണ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരത് നിർത്തുകയാണ്. അപ്പോൾ അവർക്കത് നമ്മുടെ കഴിവുകൊണ്ടാണ് അത് ഉണ്ടാവണേന്നാണ് അവരുടെ വിചാരം. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കറിയാം ഇത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല എന്ന്. അപ്പോൾ ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം നമുക്കുള്ളിൽ അറിയാം അത് തമ്പുരാൻ്റെ കഴിവ്, അല്ലാണ്ട് നമ്മുടെ ഒരു കഴിവുകൊണ്ട് ഉണ്ടാവണ മക്കളല്ലല്ലോ. അപ്പോൾ പോയപ്പോൾ എനിക്ക് ചേർന്നത് ഭയങ്കര വിഷമമായി. ഞാൻ അന്ന് അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ അവസാനം ചേട്ടനും കരഞ്ഞു തുടങ്ങി. ഞങ്ങൾ അത്രയധികം ആ കൊച്ചിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ആൾക്കാർ കളയാന്ന് പറയുമ്പോൾ ദൈവം അവർ കളയാന്ന് വെച്ചെങ്കിൽ ആ കളയണ ആ കൊച്ചിനെ എനിക്ക് തന്നൂടെ. ഞാൻ ചോദിക്കാറുണ്ട് മാതാവിനോട്, ആ കളയണ കൊച്ചിനെങ്കിലും എനിക്ക് തന്നൂടെ, ഞാൻ നോക്കിക്കൊണ്ട്, അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്.